കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ നല്ല ദിവസവും ദൈവത്തിൻ്റെ തിരുകൃപയാൽ നമ്മളെ സ്നേഹിച്ചും കരുതിയും വാത്സല്യച്ചും ഓമനിച്ചും ഇന്നയോളം വഴി നടത്തുന്ന നമ്മുടെ ദൈവത്തെ, നമ്മുടെ പിതാവിനെ സകല മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ അനുദിനവും ആവലോടെ കാത്തിരിക്കുന്ന ബഹുമാന്യരായ ദൈവത്തിൻ്റെ മക്കൾക്കും കർത്തൃദാസന്മാർക്കും ദൈവവചനത്തെയും ശുശ്രൂഷകരെയും സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹാദരവുകളും വന്ദനവും അറിയിച്ചുകൊണ്ട് പരിശുദ്ധാത്മ നിയോഗത്തോടെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനകൾ നടക്കുന്ന 2020 അവസാന ദിവസങ്ങളിലേക്ക് എത്തുന്ന ഈ നാളുകളിൽ കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് പറഞ്ഞു, ഈ നാളുകൾ ദൈവം നമ്മെ സന്ദർശിക്കും. പുതിയ സംവത്സരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവിക സന്ദർശനത്തിൻ്റെ വിലയറിഞ്ഞവരും അതിൻ്റെ കൃപ രുചിച്ചറിഞ്ഞവരുമായി പുതിയ സംവത്സരത്തിലേക്ക് അവിടുത്തെ വരവ് താമസിച്ചാൽ കാലുവയ്ക്കുവാൻ ദൈവമായ കർത്താവ് കൃപ തരേണ്ടതിന് പ്രാർത്ഥനാപൂർവം ദൈവസന്നിധാനത്തിൽ ഒരുമിച്ച് കർത്താവിൻ്റെ പാദമെടുത്ത് നമ്മളെ ഏൽപ്പിക്കുക. ദൈവത്തിൻ്റെ കൃപ നമുക്കിന്ന് പകൽക്കാലം നൽകേണ്ടതിനായി പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മോട് ഇന്ന് സംസാരിപ്പാൻ നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇന്ന് നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ഒരു വാക്യത്തിലേക്ക് വരികയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാമത്തെ അധ്യായം. 1-ാമത്തെ പുസ്തകം 19-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. 1 രാജാക്കന്മാർ 19:11. നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ളൊരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവയില്ലായിരുന്നു. കാറ്റിൻ്റെ ശേഷം ഒരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും യഹോവയില്ലായിരുന്നു. ഭൂകമ്പത്തിൻ്റെ ശേഷം ഒരു തീയിലും യഹോവയില്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിലൊരു മൃദുസ്വരമുണ്ടായി. ഏലിയാവ് അത് കേട്ടിട്ട് തൻ്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്നു. ദൈവവചനത്തിലേക്ക് നമ്മളൊന്ന് ആഴമായിട്ട് ഇറങ്ങുക. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം ചിലരെ സന്ദർശിക്കും. ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും ഏത് സാഹചര്യത്തിലും നമ്മെ സന്ദർശിക്കാൻ മനസ്സുള്ള നമ്മുടെ ദൈവം, വേദപുസ്തകം പറയുന്ന മഹാദൈവം, സനാതനനായ ദൈവം, സത്യദൈവം, സ്നേഹമുള്ള അപ്പൻ, തനിക്കുള്ളവർ ഏത് തകർച്ചയിൽ കടന്നാലും എത്ര വലിയ ഭീഷണിയുടെ മുൻപത്ത് കടന്നാലും സർവശക്തനായ ദൈവത്തിൻ്റെ സ്നേഹം കാണണോ? നിങ്ങൾ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണം. ദൈവം തനിക്കുള്ളവരെ അവരുടെ കഷ്ടതയിൽ, അവരുടെ പ്രയാസത്തിൽ, മനോദുഃഖത്തിൽ, വേദനയിൽ സന്ദർശിക്കുന്ന ദൈവമാണ്. അതിന് ഇതിനേക്കാൾ നല്ല തെളിവ് വേറെയില്ല. നോക്കൂ, ഏലിയാവിൻ്റെ ചരിത്രമാണ് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. ശക്തനായി ദൈവത്തിന് വേണ്ടി നിന്ന ധീരനായിരിക്കുന്ന കർത്തൃദാസൻ. ഇസ്രായേൽ ജനം മുഴുവൻ ദൈവത്തോട് പാപം ചെയ്തതിനെതിരെ ഒരൊറ്റയാൾ പോരാട്ടം നടത്തിയ ഏലിയാവ്. ആഹാബിൻ്റെ കൊട്ടാരത്തിൽ കയറി ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഇനി പെയ്യത്തില്ലെന്ന് ദൈവത്തിന് വേണ്ടി പറഞ്ഞവനായ ഏലിയാവ്. ദൈവം പറഞ്ഞ വാക്കിനനുസരിച്ച് ദൈവം ആകാശമടച്ചു. 3.5 വർഷത്തേക്ക് ഇസ്രായേലിൽ മഴ പെയ്തില്ല, മഞ്ഞ് കിനിഞ്ഞില്ല. ആ നിലവാരത്തിൽ വരൾച്ച അനുഭവിച്ച് നിൽക്കുകയാണ്. ദൈവം ആരെന്ന് കർമ്മേലിൻ്റെ കൊടുമുടിയിൽ തെളിയിച്ച ഏലിയാവ്, ബാലിൻ്റെ പ്രവാചകന്മാരെയും ബാലിൻ്റെ ശക്തികളെയും നിർമൂല്യമാക്കിയ ഏലിയാവ് എന്ന ധീരനായ പ്രവാചകൻ, സർവശക്തനായ ദൈവത്തെ പർവ്വതമുകളിൽ വിളിച്ചിറക്കി ജനത്തിൻ്റെ മധ്യത്തിൽ സത്യം തെളിയിച്ച ശ്രേഷ്ഠനായ പ്രവാചകൻ, ഇസബേൽ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ രാജ്ഞി, ഒരേകാധിപതിയെപ്പോലെ ഭരണം നടത്തുന്ന, ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച, അന്യദൈവങ്ങളെ ഇസ്രായേലിൽ കൊണ്ടുവന്ന സകല വൃക്ഷച്ചുവടുകളിലും അതിനെ പ്രതിഷ്ഠിച്ച് ദൈവം ഏകസത്യ ദൈവത്തെ വിശ്വസിച്ച ദൈവജനത്തെ കൊണ്ട് അന്യദൈവങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തിച്ച ആ ശക്തമതിയായ രാജ്ഞി ഇസബേൽ തൻ്റെ പ്രവാചകന്മാരെ മുഴുവൻ ഏലിയാവ് കർമ്മേലിന് മുകളിൽ വെച്ച് മുടിച്ചു എന്നുള്ള കാരണം കൊണ്ട് ഏലിയാവിനെതിരെ ഭീഷണി മുഴക്കി. ഒരു ദിവസത്തെ ആയുസ് മാത്രം ബാക്കി വെച്ച് നാളെ ഈ നേരത്ത് നീ ഭൂമിയുടെ മുഖത്തുണ്ടാകത്തില്ലെന്നുള്ള വെല്ലുവിളി മുഴക്കി.
ഏത് ഭക്തനും കൊട്ടാരത്തിൽ നിന്നുള്ള ശക്തിയേറിയ വെല്ലുവിളിയും ഏലിയാവിനെ തപ്പിയിറങ്ങിയ ശക്തന്മാരായിരിക്കുന്ന കിങ്കരന്മാരടങ്ങിയ പട്ടാളവും ഇതിൻ്റെ മുമ്പിൽ പകച്ചു നിന്ന് ഏലിയാവ് നാട് വിട്ട് ഓടിപ്പോയി. ചൂരച്ചെടിച്ചോട്ടിൽ കടന്നു. അവിടെ ദൈവം തൻ്റെ ദൂതനെ വിട്ടു. ദൂതൻ തട്ടി ഉണർത്തി കനലിൽ ചുട്ട അടയും വെള്ളവും കൊടുത്തു. അത് കഴിച്ചിട്ട് ദീർഘയാത്ര ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു നേരെ ബേർശേബ മരുഭൂമിയിലേക്ക് ഏലിയാവ് പോയി. ഏലിയാവിനെ ബേർശേബയിലെത്തുമ്പോൾ ഉള്ളു കിടുങ്ങിയ, മനസ്സ് തകർന്ന, വെല്ലുവിളിയുടെ മുമ്പിൽ ഭാരം നേരിട്ട് നിൽക്കുന്ന ഏലിയാവ് ബേർശേബ മരുഭൂമിയുടെ ഗുഹയ്ക്കകത്ത് കയറി കിടക്കുക. എല്ലാം തകർന്നവനായി, എല്ലാം തീർന്നവനായി, എല്ലാം കൊണ്ടും നിരാശനായി, ഭാരം സഹിച്ച് ഇനി മുന്നോട്ടൊന്നുമില്ല. സ്തോത്രം. പലപ്പോഴും ജീവിതത്തിൽ തോന്നിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വേണ്ടായിരുന്നു. ഇത്രയും ധീരമായ ഒരു ആത്മീയത്തിന് നേതൃത്വം കൊടുക്കണ്ടായിരുന്നു, ഇത്രയും ശക്തമായിട്ട് കാല് വെക്കേണ്ടായിരുന്നു എന്നൊക്കെ തൻ്റെ കാര്യം നോക്കി പ്രാർത്ഥിച്ചങ്ങ് പോയാൽ മതിയായിരുന്നൊക്കെ ഒരുപക്ഷേ ഏലിയാവ് മനസ്സിൽ കണ്ടു കാണും, കരുതി കാണും. പക്ഷേ ദൈവനിയോഗപ്രകാരം നിന്ന് ആ മനുഷ്യൻ മനസ്സ് തടർന്ന് ഗുഹയ്ക്കകത്ത് ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ആ സമയത്ത് സേവിച്ച ദൈവം, അയ്യോ ഞാൻ ഇവിടെ വെച്ച് ദൈവത്തിന് 1000 നന്ദി കരയറ്റുന്നു. ദൈവം വിശ്വസ്തനാണ്, ദൈവം സ്നേഹമുള്ളവനാണ്, ദൈവം സ്തോത്രം കരുതുന്നവനാണ്, ദൈവം കൈവിടാത്തവനാണ്. തനിക്ക് വേണ്ടി നിന്നവരെ ആരെയും ദൈവം കൈവിടുന്നവനല്ല. ഞാനിത് പറയുമ്പോൾ ചില കുടുംബങ്ങളിലേക്ക് ദൈവാത്മാവ് ദർശിക്കുന്നു. നീ ഒറ്റയ്ക്ക് നിൻ്റെ വീട്ടിൽ നിന്നയാളാണോ? എല്ലാവരും ആത്മീകത്തെ പഴിച്ചപ്പോൾ, നിൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്തപ്പോൾ, നീ ഒറ്റയ്ക്കിറങ്ങി തിരിച്ചപ്പോൾ, പള്ളു പറഞ്ഞപ്പോൾ, ഇന്നും നിൻ്റെ വീടിനകത്ത് നീ പ്രാർത്ഥിക്കാനിരുന്നാൽ കൂടെ പ്രാർത്ഥിക്കാനില്ലാതെ, നിൻ്റെ ദൈവത്തെ പ്രകീർത്തിക്കാൻ അനുവാദവും അവസരവും തരാതെ ഒറ്റപ്പെട്ട നിലവാരത്തിൽ ഒരു കുടുംബത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി ഏലിയാവ് ഒരു രാജ്യം തകർന്നു പോകരുത്, അവർ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിച്ചാണ് ഏലിയാവ് സ്തോത്രം ഈ ധീരത കാണിച്ചത്. എന്നതുപോലെ ഞാനും എൻ്റെ കുടുംബവും നശിച്ചു പോകരുത്, എൻ്റെ തലമുറകൾ ബന്ധിക്കപ്പെടരുത് എന്ന് പറഞ്ഞ് ഏകദൈവ സത്യദൈവത്തിൽ മാത്രം വിശ്വസിച്ച് മുറുകെ പിടിച്ചു നിൽക്കുന്ന നിന്നെ ഒറ്റപ്പെടുത്തി, മനസ്സ് തളർന്ന് ഭീഷണിപ്പെടുത്തി, ഒരു ഗുഹയ്ക്കകത്തൊന്നും അല്ലെങ്കിലും സ്വന്തം ഭവനത്തിനകത്താണെങ്കിലും നീ ആയിരിക്കുന്ന സാഹചര്യത്തിനകത്താണെങ്കിലും അവിടെ ഏലിയാവിനെ പോലെ ഇനി മുന്നോട്ടൊന്നുമില്ല, ഇനി എങ്ങനെ പ്രാർത്ഥിക്കും, ഇനി എന്തു ചെയ്യും, ഇനി ഏകാന്തതയല്ലാതെ വേറൊന്നുമില്ല, ജീവിക്കണ്ട, മരിച്ചാ മതി എന്ന് പറഞ്ഞ് ചൂരച്ചെടിച്ചോട്ടിക്കിടന്ന ഏലിയാവിനെ പോലെ അവിടെ നിന്ന് ദൈവം തട്ടി ഉണർത്തി ആരെയോ പറഞ്ഞയച്ചിട്ട് പിന്നെയും ഒന്നിനു പുറകെ ഒന്നായി തളർച്ചകൾ മാത്രമായി. സ്തോത്രം. ദൂത് കേട്ടിട്ടും ദൂതം കൊടുത്ത അപ്പം തിന്നിട്ടും സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം കുടിച്ചിട്ടും മനസ്സിൻ്റെ ക്ഷീണം മാറാതെ, മനസ്സിൻ്റെ ചഞ്ചലപ്പ് മാറാതെ ബലഹീനനായി അകത്തളങ്ങളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നൊരു മനുഷ്യനെ പോലെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ 19-ാം അധ്യായത്തിലെ ഏലിയാവിനെ പോലെ ചുരുണ്ടുകൂടി മനസ്സിടിഞ്ഞ് എല്ലാം തകർന്ന് പ്രതീക്ഷകൾ മങ്ങി ഒറ്റപ്പാട് അനുഭവിച്ച് കിടക്കുന്നവരുണ്ടെങ്കിൽ അവരോട് സ്വർഗം ഈ ഉപവാസത്തിൻ്റെ 12-ാം ദിവസം വിളിച്ചു പറയാൻ എൻ്റെ ഉള്ളിൽ പ്രേരണ തരുന്നു. ആരും വരാത്ത രാത്രി, ആരും സന്ദർശിക്കാത്ത നാട്ടിൽ, ആരും അറിയാത്ത സ്ഥലത്ത്, നീ വീട്ടുകാർ പോലും അറിയാതെ ഒറ്റയ്ക്ക് സഹിക്കുന്ന നൊമ്പരങ്ങൾ, കൂടെ പാർക്കുന്നവരും കൂട്ടാളിയും പോലും തിരിച്ചറിയാത്ത വേദനകൾ, ഏകാന്തതയുടെ നൊമ്പരങ്ങൾ, ആരുമില്ലാത്ത നൊമ്പരങ്ങൾ, ഇത് മുഴുവൻ ഉള്ളിപ്പേർ നിൽക്കുന്ന ആരെങ്കിലും ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ സ്വർഗം അനുവദിച്ച് വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരോട് കർത്താവിൻ്റെ ആത്മാവ് ശക്തവും ധീരമായി പറയുന്നു, എൻ്റെ ദൈവം ആരുമില്ലെങ്കിലും നിന്നെ സന്ദർശിക്കാതിരിക്കില്ല. ഈ രാത്രികളിൽ, ഈ പകലുകളിൽ സ്വർഗം പറയുന്നു, നീ കരഞ്ഞു കലങ്ങി പ്രാർത്ഥിച്ചൊരു മൂലയിൽ കിടക്കുമ്പോൾ കാണാൻ ഒരുപക്ഷെ ഒരു ഉപദേശി വന്നെന്നിരിക്കില്ല, കാണാൻ ഒരുപക്ഷെ നിന്റെ പ്രാർത്ഥനക്കാർ വന്നെന്നിരിക്കില്ല, പക്ഷേ നീ സേവിച്ച ദൈവം, നീ അറിഞ്ഞ ദൈവം, അത്ര നല്ല ദൈവമാണ് ഈ ദൈവം. വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ഈ ദൈവം ഒരിക്കലും കൈവിടാത്ത, ഒരിക്കലും തള്ളിക്കളയാത്ത, ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നവരെ ഒരിക്കലും മറക്കാത്ത, ഇത്ര സ്നേഹമുള്ള, ഇത്ര കരുതലുള്ള, ഇത്ര അനുതാപവും കരച്ചിലും ഉള്ളവരുടെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഈ ദൈവത്തെ പോലെ വലിയൊരു ദൈവം വേറെ ആരുള്ളൂ? ഏലിയാവിൻ്റെ ഏകാന്തതയിൽ ആ സ്തോത്ര ഗുഹയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഏലിയാവിനെ ദൈവം വിളിക്കുക, ഏലിയാവേ നിനക്കിവിടെ എന്ത് കാര്യം? ഞാൻ ആത്മാവിൽ പറയുന്നു, ഇത് സന്ദർശനകാലമാണ്. ഇത് തളർന്നവനെ ദൈവം സന്ദർശിക്കുന്ന, ഇത് മനസ്സിടിഞ്ഞവനെ ദൈവം സന്ദർശിക്കുന്ന, ഇത് ഒറ്റപ്പെട്ടു പോയവനെ ദൈവം സന്ദർശിക്കുന്ന, ധീരതയോടെ ആത്മീയത്തിന് വേണ്ടി നാളുകൾ നിന്നിട്ടും സ്തോത്രം ഒരു വലിയ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നവനെ ദൈവം സന്ദർശിക്കുന്ന, ഒറ്റയ്ക്ക് ഒരു കുടുംബത്തിൽ നിന്ന് കർത്താവിൻ്റെ സാക്ഷിയായിട്ട് അതിൻ്റെ തിക്താനുഭവങ്ങളുടെ വേദനയിൽ ഏകാന്തത അനുഭവിക്കുന്നവനെ ദൈവം സന്ദർശിക്കുന്ന, ആരുടെയൊക്കെ ഭീഷണിയുടെ നിലവിൽ ഹല്ലേലൂയ പരിശുദ്ധ
പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നു. നിന്റെ ജീവന് നേരെ ഭീഷണിയുണ്ടോ? നിന്റെ ആത്മീയത്തിന് നേരെ ഭീഷണിയുണ്ടോ? നിന്റെ തലമുറയ്ക്ക് നേരെ ഭീഷണിയുണ്ടോ? നിന്നെ ജീവിക്കാൻ സമ്മതിക്കാത്ത വെല്ലുവിളിയുണ്ടോ? നിന്റെ കൂടാരത്തിനകത്ത് ഒതുക്കിക്കളയുമെന്ന്, മിണ്ടിപ്പോയാൽ ഇല്ലാതെയാക്കുമെന്ന്, നിന്നെ ഒരുപിടി ചാരമാക്കുമെന്ന്, നിന്നെ പിഴിഞ്ഞ് സ്തോത്രം തുണി പിഴിയുന്നത് പോലെ പിഴിഞ്ഞു കളയുമെന്ന് ആരെങ്കിലും വെല്ലുവിളിക്കുന്ന ദുഷ്ടശക്തികളെ ആവഹിച്ച് സന്നിവേശം നടത്തി അവരെ ദുഷ്ടപ്പിശാച് ഉപയോഗിച്ച് ആ നിലവാരത്തിൽ വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടോ? അവരോട് ദൈവം പറയുന്നു, നിന്നെ സന്ദർശിക്കുന്നത് ഒരു സർക്കാരായിരിക്കില്ല, നിന്നെ സന്ദർശിക്കുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനായിരിക്കില്ല, നിന്നെ സന്ദർശിക്കുന്നത് നീ സേവിച്ച ദൈവമായിരിക്കും. സ്വർഗം പറയുന്നു, നീ കിടക്കുന്ന ആരും കാണാത്ത, ആരും അറിയാത്ത ഏകാന്തതയിൽ നീ അനുഭവിക്കുന്ന നൊമ്പരങ്ങൾ, ആത്മസംഘർഷങ്ങൾ, ഇതിന് മുഴുവൻ പരിഹാരത്തിനായി എൻ്റെ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ, എൻ്റെ ദൈവം നിന്നെ ബലപ്പെടുത്തുവാൻ, നിനക്ക് മറ്റൊരു ജീവിതം തരുവാൻ, നിന്നെ സജീവമാക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്ദർശനം മതിയാകുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുമ്പോൾ ഈ ഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ എത്ര പേർ ആത്മാവിൽ പ്രാർത്ഥിക്കും, കർത്താവേ 19-ാം അധ്യായത്തിൽ ഏലിയാവിന് സമമാണ് ഇന്നെൻ്റെ ജീവിതം. കൂടെ പറയാൻ ആരുമില്ല, മിണ്ടാനും പറയാനും പോലും ആരുമില്ല, അപ്പുറയും ഇപ്പുറയൊക്കെ സഹജീവികളുണ്ട്, പക്ഷേ ഒറ്റപ്പെട്ട സ്ഥിതിയാണ്. ആരും തിരിഞ്ഞു നോക്കാനില്ല, ആരും സ്തോത്രം കരുതാനില്ല, എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു, ഇനി മുന്നോട്ട് പ്രതീക്ഷകളില്ല, എല്ലാം മങ്ങുകയാണ്. സ്തോത്രം ഓരോ ദിവസം കഴിയുന്തോറും എണ്ണ വറ്റുന്ന വിളക്ക് പോലെ ദൈവമേ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക, പ്രകാശം കുറഞ്ഞു വരികയാ, എൻ്റെ മുമ്പിൽ ശൂന്യതകൾ മാത്രം വരികയാ, കയ്യെത്താത്ത സ്ഥലത്തേക്ക് വിടുതലുകൾ നീണ്ടു പോകുകയാ. ഞാൻ ഒറ്റപ്പെട്ടു, എനിക്കാരുമില്ല, ഞാൻ കരയാനല്ലാതെ ഒന്നിനും കഴിയാത്ത നിസ്സഹായയായി മാറി, മുഖം വാടി, ഇനി എന്തു ചെയ്യണമെന്നറിയാതെ പൊതുജനത്തെയും ബന്ധുക്കളെയും സ്വന്തക്കാരെയും പോലും കാണാതെ അന്യദേശത്ത് ഒരു ഗുഹയ്ക്കകത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ജീവിതത്തിൻ്റെ ഉടമയെപ്പോലെയാണ് ഇന്നെൻ്റെ സാഹചര്യം എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ദൈവം പ്രവചിച്ചു പറയുന്നു, ഈ ദിവസങ്ങളിൽ ഞാൻ നിന്നെ സന്ദർശിക്കും, നിന്നെ കരുപ്പിടിക്കാൻ, നിന്നെ ബലപ്പെടുത്താൻ, നിന്റെ ഏകാന്തത മാറ്റാൻ, നിന്നെ സജീവമാക്കാൻ, നിന്നെ മടക്കി വരുത്താൻ, നിന്നെ കൈകളിൽ താങ്ങാൻ, നിന്നെ ഉയർത്തിക്കാണിക്കാൻ, നീ ചത്തിട്ടില്ലെന്ന് തെളിയിക്കാൻ, നിന്റെ ദൈവം ജീവിക്കുന്നു എന്ന് തെളിയിക്കാൻ ദൈവം സന്ദർശിക്കുന്നു. 2 കാര്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും, കേൾക്കണേ. ദൈവം ആ ഗുഹാമുഖത്ത് സന്ദർശനം നടത്തുകയാണ്. സ്വർഗത്തിലടങ്ങാത്ത സ്തോത്രം, ആ വലിയ ശക്തനായ ദൈവം താണഭൂമിയിൽ ഒരൊറ്റ മനുഷ്യന് വേണ്ടി സന്ദർശനം നടത്തുകയാണ്. കേൾക്കണേ, ഒരൊറ്റ മനുഷ്യന് വേണ്ടി സന്ദർശനം നടത്തുകയാണ്. എന്താ എഴുതിയിരിക്കുന്നത്? യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്ന് കൽപ്പിച്ചു. 11-ാം വാക്യം. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. നമ്മുടെ സന്ദേശത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏലിയാവിനെ വിളിച്ച് ഗുഹയ്ക്കകത്ത് നിന്ന് സ്തോത്രം ഗുഹയുടെ മുമ്പിൽ പുറത്ത് ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവസന്നിധിയിൽ ഏലിയാവ് നിന്നു. ഏലിയാവ് നിൽക്കുമ്പോൾ ഇതാ ദൈവം അവനെ സന്ദർശിക്കുന്നു. ഹല്ലേലൂയ. ദൈവിക സന്ദർശനത്തിൽ സംഭവിച്ചു നോക്ക്. സ്തോത്രം, ഒരു കൊടുങ്കാറ്റ് ദൈവിക സന്ദർശനത്തിൻ്റെ സ്തോത്രം അകമ്പടി സേവിക്കുന്നതിനകത്ത് കണക്കാക്കി ഒരു കൊടുങ്കാറ്റ് കടന്നു പോകുന്നു. കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ പർവ്വതങ്ങൾ കീറി പാറകളെ തകർത്തു. അത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും കേട്ടോ. നിന്നെ സന്ദർശിക്കുമ്പോൾ ഞാനൊന്ന് വ്യാഖ്യാനിക്കുക. നീ കിടക്കുന്ന സ്ഥലത്ത് നിൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന വലിയ പർവ്വതങ്ങൾ, വലിയ പാറക്കെട്ടുകൾ എൻ്റെ ദൈവത്തിൻ്റെ സന്ദർശനത്താൽ ആരോ വന്ന് തമര് വെച്ച് സ്തോത്രം വലിയ മരുന്നിട്ട് പൊട്ടിച്ചെന്നല്ല, ദൈവം സന്ദർശിക്കുമ്പോൾ പർവ്വതങ്ങൾ കീറും. സ്തോത്രം, ഹല്ലേലൂയ. പാറകൾ തകരും. 2 വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക. ഈ നാളുകളിൽ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. സ്വർഗം നിൻ്റെ കുടുംബത്തെ സന്ദർശിക്കുമ്പോൾ, ദൈവം നിൻ്റെ കുടുംബ ജീവിതത്തെ സന്ദർശിക്കുമ്പോൾ, ദൈവം നിൻ്റെ സാമ്പത്തിക മേഖലയെ സന്ദർശിക്കുമ്പോൾ, ദൈവം നിൻ്റെ ആത്മീക നിലവാരത്തെ സന്ദർശിക്കുമ്പോൾ, ദൈവം നിന്നെ സന്ദർശിക്കുമ്പോൾ, നിൻ്റെ ശരീരത്തിൽ, നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ മേഖലകളിൽ, നിൻ്റെ ആത്മീക ഭൗതിക മണ്ഡലങ്ങളിൽ പർവ്വത സമാനമായി നിൽക്കുന്ന പാറക്കെട്ടുകളായി നിൽക്കുന്ന ചില പ്രശ്നങ്ങൾ അത് കീറിപ്പോകും. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞു കേൾക്ക്. വിശ്വസിക്കുന്നവർ മൗനമാകാതെ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഉച്ചത്തിൽ സ്തോത്രം പറഞ്ഞുകൊണ്ട് കേൾക്ക്. ദൈവം സന്ദർശിച്ചാൽ ഇനി പാറകൾക്ക് സ്ഥാനമില്ല. ദൈവം സന്ദർശിച്ചാൽ ഇനി പർവ്വതങ്ങൾക്ക് നിലനിൽപ്പില്ല. അത് കീറാൻ തുടങ്ങുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ചില പർവ്വത സമാന വിഷയങ്ങൾ, ചില പാറ പോലത്തെ വിഷയങ്ങൾ അത് തകരട്ടെ, അത് കീറട്ടെ. എങ്ങനെ? ഒരു ദൈവദാസൻ വരുമ്പോഴല്ല, 3 ദിവസം ഉപവാസം വയ്ക്കുമ്പോഴല്ല, പിന്നെയോ ഈ പ്രാർത്ഥന നടക്കുമ്പോൾ, നിന്റെ
ഭവനത്തെ, നിന്റെ ജീവിതത്തെ സ്വർഗം സന്ദർശിക്കുമ്പോൾ, ആമേൻ, സന്ദർശിക്കുമ്പോൾ, ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ ദൈവം തളർന്നവനെ സന്ദർശിക്കുമ്പോൾ അവൻ്റെ മുമ്പിലെ പാറകൾ, അവൻ്റെ മുമ്പിലെ പർവ്വതങ്ങൾ അത് കീറും. ഇനി അതവിടെ കാണില്ല ബ്രദർ, ഇനി അതവിടെ കാണില്ല സിസ്റ്റർ. അത് തകരും, തകരും, കീറും, തകരും, കീറും, തകരും. ആ രണ്ട് വാക്കിനായി സ്തോത്രം. ബൈബിളിൽ ഞാൻ അടിവരയിട്ടിരിക്കുക. നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുക. വിശുദ്ധ ബൈബിൾ നിവൃത്തി. നിങ്ങൾ ഇന്നത്തെ പകൽക്കാലം ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവാത്മാവിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ വിശ്വസിക്കുന്നവർ അത് അടിവരയിട്ടിട്ട് സ്തോത്രം ചെയ്യുക. എൻ്റെ ദൈവം എന്നെ സന്ദർശിക്കുമ്പോൾ, ഞാനൊക്കെ ജനിക്കുന്നതിനേക്കാൾ മുമ്പ് പിതാക്കന്മാരുടെ കാലം മുതൽ ഞങ്ങളുടെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന പർവ്വതവും ഞങ്ങളെ മുന്നോട്ട് വിടാത്ത, സ്തോത്രം ഹല്ലേലൂയ, ഞങ്ങളിൽ ഒരു നന്മയും വരുത്താത്ത പാറക്കെട്ടും അതിനെ കീറിക്കളയും തകർത്ത് കളയും ചെയ്യാൻ കരുത്തുള്ള ദൈവത്തിൻ്റെ സന്ദർശനം ഈ ദിവസങ്ങളിൽ എനിക്കുണ്ടാകും എന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഏലിയാവിനെ സന്ദർശിച്ച ദൈവമേ, കഷ്ടതയുടെ നടുവിൽ, ഒറ്റപ്പെടലിൻ്റെ നടുവിൽ ആ കർമ്മയോഗിയെ തള്ളിക്കളയാതെ കൈവിടാതെ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് താൻ കടന്ന നിസ്സഹായ സാഹചര്യത്തിൽ സന്ദർശിച്ച ദൈവമേ, സന്ദർശിക്കുക മാത്രമല്ല, അങ്ങയുടെ സന്ദർശനത്താൽ, അങ്ങയുടെ സന്ദർശനത്തിൻ്റെ ധീരതയാൽ, അതിൻ്റെ സാന്നിധ്യത്തിൻ്റെ മാഹാത്മ്യത്താൽ പർവ്വതങ്ങളെ കീറി, സ്തോത്രം, പാറകളെ തകർത്ത ദൈവമേ, എൻ്റെ പ്രിയപ്പെട്ടവരിൽ പലരും ഈ പർവ്വതത്തെ കണ്ട് ഭയപ്പെടുകയാണ്. ഈ പാറക്കെട്ടുകളുടെ മുമ്പിൽ പകച്ചു നിൽക്കുക. എൻ്റെ ദൈവത്തിൻ്റെ സന്ദർശനം, അതേയപ്പാ, ഞാൻ നെഞ്ചോട് ചേർത്ത് കൈവച്ച് 10,000 ആളുകളെ, ഈ സന്ദേശം കേൾക്കുന്നവരെ ആത്മാവിൽ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ മുമ്പിലെ പർവ്വതങ്ങളും പാറകളും, കുടുംബ പ്രശ്നത്തിലാണോ, ബിസിനസ്സിലാണോ, കടഭാരമാണോ, തലമുറയെക്കുറിച്ചുള്ള ഭാരമാണോ, ശാരീരിക രോഗമാണോ, എന്തു തന്നെയാണെങ്കിലും എൻ്റെ അപ്പനോട് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധനോട് പ്രാർത്ഥിക്കുന്നു, സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നപ്പാ, എൻ്റെ ദൈവത്തിൻ്റെ സന്ദർശനം അയച്ച് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. കർത്താവ് ചെയ്യും. പ്രാർത്ഥന കേട്ടതിന് നന്ദി. പാറ കീറുന്നതിനാൽ, പർവ്വതങ്ങൾ കീറുന്നതിനായി, പാറ തകരുന്നതിനായി സ്തോത്രം. ഈ ഉപവാസത്തിൽ സംഭവിക്കും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. അങ്ങെപ്പോ